ഒരു കുഞ്ഞിനെ ആദ്യമായി കുളിപ്പിക്കുമ്പോൾ അമ്മമാർക്ക് ഏറ്റവും കൂടുതൽ പേടിയുണ്ടാകുന്നത് എന്താണ്? തണുപ്പ് പിടിക്കുമോ? കുഞ്ഞു കരയുമോ? എണ്ണ മസാജ് ശരിയാണോ? ഈ വീഡിയോയിൽ ന്യൂബോൺ ബേബിയെ കുളിപ്പിക്കുന്നതും മസാജ് എങ്ങനെ സേഫായിട്ടും കറക്റ്റായിട്ടും ചെയ്യാമെന്ന് സ്റ്റെപ്പ് ബൈ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ന്യൂബോൺ ബേബിക്ക് ആദ്യമായി കുളിപ്പിക്കേണ്ടത് എപ്പോഴാണ്? അംബ്ലിക്കൽ കോഡ് സ്റ്റമ്പ് വീണതിന് ശേഷം മാത്രമാണ് കുഞ്ഞുങ്ങളെ കുളിപ്പിക്കേണ്ടത്. സാധാരണയായി ഇത് 7 മുതൽ 14 ദിവസത്തിനുള്ളിൽ വീഴും. അതുവരെ സ്പോഞ്ച് ബാത്ത് മാത്രമാണ് ചെയ്യാവൂ. എന്താണ് സ്പോഞ്ച് ബാത്ത്? എങ്ങനെയാണ് സ്പോഞ്ച് ബാത്ത് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഒരു ബൗളിൽ വാം വാട്ടർ എടുക്കുക, സോഫ്റ്റ് ടവലും പിന്നെ ഒരു കോട്ടൺ ക്ലോത്തും എടുക്കുക. ബേബിയെ ടവൽ കൊണ്ട് പൊതിഞ്ഞ് ആദ്യം മുഖം, കണ്ണുകൾ, കഴുത്ത്, കൈകൾ, കാലുകൾ എല്ലാം പ്ലെയിൻ വാട്ടറിൽ ഒപ്പിയെടുക്കുക. അംബ്ലിക്കൽ കോഡ് ഏരിയ മാത്രം നനക്കരുത്. കുഞ്ഞ് വളരെ കാമായിരിക്കുന്ന സമയത്തായിരിക്കണം കുഞ്ഞിനെ കുളിപ്പിക്കേണ്ടത്. ഫീഡ് ചെയ്ത ഉടനെ കുഞ്ഞിനെ കുളിപ്പിക്കാൻ പാടില്ല. ഫീഡ് ചെയ്തതിന് ശേഷം 1-2 മണിക്കൂറുകൾക്ക് ശേഷം മാത്രമേ കുളിപ്പിക്കാവൂ. കുഞ്ഞിനെ കുളിപ്പിക്കുമ്പോൾ എപ്പോഴും വാട്ടർ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യണം. വാമായിട്ടുള്ള വാട്ടറിൽ വേണം കുഞ്ഞിനെ കുളിപ്പിക്കാനായിട്ട്. കൈമുട്ട് കൊണ്ട് ഉപയോഗിച്ച് ടെമ്പറേച്ചർ ചെക്ക് ചെയ്ത് വേണം എപ്പോഴും കുളിപ്പിക്കാൻ. കുഞ്ഞിനെ കുളിപ്പിക്കുന്നതിന് മുമ്പ് മൈൽഡായിട്ടുള്ള സോപ്പ്, ബേബി ടവൽ, ക്ലീൻ ക്ലോത്ത്, ഡയപ്പർ ഇതൊക്കെ മുമ്പ് തന്നെ റെഡിയാക്കി വെക്കുക. കുഞ്ഞിൻ്റെ തലയും കഴുത്തും നല്ലപോലെ സപ്പോർട്ട് ചെയ്ത് വേണം കുഞ്ഞിനെ പിടിക്കാൻ. ആദ്യം കുഞ്ഞിൻ്റെ തലഭാഗം, പിന്നീട് മുഖം, പിന്നെ ശരീരം, അവസാനം ഡയപ്പർ ഏരിയ. ഈ രീതിയിൽ വേണം കുഞ്ഞിനെ കുളിപ്പിക്കാനായിട്ട്. സോപ്പ് വളരെ കുറച്ച് മാത്രമേ ഉപയോഗിക്കാവൂ. കുളിക്കുന്ന 10-15 മിനിറ്റ് മുമ്പ് വേണം കുഞ്ഞിന് ഓയിൽ മസാജ് ചെയ്യാനായിട്ട്. ഈ സമയത്ത് കുഞ്ഞ് വളരെ കാമായിരിക്കണം. കുഞ്ഞിന് ഓയിൽ മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ ആൽമണ്ട് ഓയിൽ യൂസ് ചെയ്യാവുന്നതാണ്. സ്ട്രോങ് സ്മെൽ ഉള്ള ഓയിലുകൾ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. ആദ്യം കുഞ്ഞിൻ്റെ കൈകൾ മൃദുവായി മസാജ് ചെയ്യുക. ജോയിൻറ്റ് ഏരിയയിൽ പ്രഷർ ഇടരുത്. രണ്ടാമതായി ടമ്മി മസാജ് ചെയ്യുക. വയറിൻ്റെ ചുറ്റും ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ചെറുതായി മസാജ് ചെയ്യുക. ഇത് ഗ്യാസ് റിലീഫിന് സഹായിക്കും. പിന്നീട് ചെസ്റ്റ് ഏരിയയിൽ മസാജ് ചെയ്യുക. വളരെ ജെന്റിലായിട്ട് വേണം ഈ ഏരിയയിൽ മസാജ് ചെയ്യാനായിട്ട്. നാലാമതായി ബാക്ക് മസാജ്. ബേബിയെ ടമ്മി ഡൗൺ ആക്കി വേണം സ്മൂത്ത് ആയിട്ട് മസാജ് ചെയ്യാൻ. പിന്നീട് ഹെഡ് മസാജ് ചെയ്യുക. ഫ്രണ്ട് ഭാഗത്തുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഏരിയ അവോയ്ഡ് ചെയ്ത് ലൈറ്റായിട്ട് മാത്രം മസാജ് ചെയ്യുക. ന്യൂബോൺ ബേബീസിനെ കുളിക്കുന്നതിന് 10-15 മിനിറ്റ് മുമ്പ് മാത്രമേ മസാജ് ചെയ്യുക. ഓവർ മസാജ് ചെയ്യാൻ പാടില്ല. വളരെ സോഫ്റ്റ് ആൻഡ് നീറ്റായിട്ട് വേണം മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട്. വളരെ വാം ആയിട്ടുള്ള റൂം ടെമ്പറേച്ചറിൽ വേണം കുഞ്ഞിനെ മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോഫ്റ്റ് ആയിട്ടുള്ള ടവൽ യൂസ് ചെയ്യുക. കുഞ്ഞിൻ്റെ കണ്ണുകൾക്ക് ചുറ്റും മസാജ് ചെയ്യാൻ പാടില്ല. കുഞ്ഞിനോട് ഈ സമയത്ത് അമ്മയെ സംസാരിച്ചുകൊണ്ട് മസാജ് ചെയ്യുക. ഇത് കുഞ്ഞും അമ്മയും തമ്മിലുള്ള ബോണ്ട് ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്നു. ഒരിക്കലും കോൾഡ് ആയിട്ടുള്ള വാട്ടറോ ടു മച്ച് സോപ്പോ അതൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. ഒരുപാട് സമയം ഓവറായിട്ടുള്ള മസാജും ചെയ്യാനും പാടില്ല. ന്യൂ ബോൺസിനെ കുളിപ്പിക്കുന്നതും മസാജ് ചെയ്യുന്നതും കുഞ്ഞിന് നല്ല ഉറക്കം കിട്ടാൻ സഹായിക്കുന്നു. ഡൈജഷൻ ഇംപ്രൂവും ചെയ്യും. വെയിറ്റ് ഗെയിനിന് നല്ലോണം സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. ന്യൂബോൺ ബേബീസിനെ നല്ല രീതിയിൽ ബാത്തിങ്ങും മസാജും ചെയ്യുന്നത് കൊണ്ട് കുഞ്ഞ് വളരെ ഹെൽത്തി ആകും. ഈ വീഡിയോ ഹെൽപ്ഫുള്ളായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസിനായി താഴെ കമൻറ്റ് ചെയ്യുക.